ആഗോള അയ്യപ്പ സംഗമത്തിന് സ്പോൺസർഷിപ്പിലൂടെ പണം കണ്ടെത്തുന്നത് സുതാര്യമായിരിക്കുമെന്ന് ദേവസ്വം മന്ത്രി വി.എൻ. വാസവൻ. 1 രൂപയും സർക്കാരിന് വേണ്ടെന്നും ദേവസ്വം മന്ത്രി വ്യക്തമാക്കി. അതേസമയം RSS എതിർപ്പ് നിലനിൽക്കുന്നതിനാൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കില്ലെന്നാണ് സൂചന. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നേരിട്ടെത്തി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ ക്ഷണിച്ചിരുന്നു. അയ്യപ്പ സംഗമത്തിന്റെ നടത്തിപ്പിനെയും സ്പോൺസർഷിപ്പിനെയും കുറിച്ച് ഹൈക്കോടതി ചോദ്യങ്ങൾ ഉന്നയിച്ച സാഹചര്യത്തിലാണ് ദേവസ്വം മന്ത്രി തന്നെ വ്യക്തതയുമായി രംഗത്തെത്തിയത്. അയ്യപ്പ സംഗമത്തിൽ സുതാര്യത വേണമെന്നും സ്പോൺസർഷിപ്പ് കാര്യത്തിൽ വ്യക്തത വേണമെന്നുമായിരുന്നു കോടതി പറഞ്ഞത്. ആഗോള തീർത്ഥാടന കേന്ദ്രമാക്കാൻ ഇത്തരം പരിപാടി വേണമോയെന്നും കോടതി ചോദിച്ചിരുന്നു. അയ്യപ്പ സംഗമം സുതാര്യമായിരിക്കുമെന്ന് മന്ത്രി വി.എൻ. വാസവൻ തന്നെ വ്യക്തമാക്കി. ഒരാളുടെയും ആക്ഷേപത്തിന് അടിസ്ഥാനമില്ലെന്ന് മാത്രമല്ല, ഇവിടെ സുതാര്യമായി കൃത്യമായി കഴിഞ്ഞ തീർത്ഥാടന കാലഘട്ടം പരാതിരഹിതമായി നടന്നപോലെ തന്നെ ഭാവിയിലും തീർത്ഥാടന കാലഘട്ടം പരാതിരഹിതമായി നടത്തുന്നതിന് വേണ്ടിയുള്ള എല്ലാ നീക്കങ്ങളുമാണ് ഇതിനോടകം സംഘടിപ്പിച്ചിട്ടുള്ളത്. RSSും അനുകൂല സംഘടനകളും അയ്യപ്പ സംഗമത്തെ എതിർക്കുന്നതിനിടെ കഴിഞ്ഞ ദിവസം കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നേരിട്ട് ക്ഷണിച്ചിരുന്നു. എന്നാൽ RSS എതിർപ്പ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ സുരേഷ് ഗോപി പങ്കെടുക്കില്ലെന്നാണ് സൂചന. അതേസമയം ഹൈന്ദവ സംഘടനകളുടെ ബദൽ അയ്യപ്പ സംഗമത്തെ എതിർക്കേണ്ടതില്ലെന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെയും സർക്കാരിന്റെയും തീരുമാനം. റിപ്പോർട്ടർ, കോട്ടയം.